ഹലോ മക്കളെ, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിന്റെ കാന്തിക ഫലം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങളെ എക്സാമിന് വരാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാൻ പോവാം. ഇത് മാത്രം പഠിച്ചാൽ മതി A+ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലതു കൈ പെരുവിരൽ നിയമം. അത് പഠിക്കാതെ എക്സാമിന് പോകരുത്, നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. അത് വെച്ച് എങ്ങനെ ചോദ്യം വരുമെന്നറിയോ? ഇങ്ങനെ ഒരു കണ്ടക്ടർ തരും, ചാലകം തരും. എന്നിട്ട് ഈ എക്സിലെയും വൈയിലെയും മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ കാന്തിക ബലരേഖയുടെ ദിശ വരയ്ക്കാൻ വേണ്ടി പറയും. എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ വരയ്ക്കുക. ഏത് വെച്ചിട്ടാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമ്മളിത് വരയ്ക്കുക. അറിയില്ല, ഓർമ്മല്ലേ? നമ്മുടെ തള്ള വിരല്, തമ്പ് എന്താണ് കറണ്ടിന്റെ ഡയറക്ഷനിൽ വൈദ്യുതിന്റെ ദിശയിലാണെങ്കിൽ ബാക്കി 4 വിരലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ സൂചിപ്പിക്കുന്നത്, അല്ലെ? നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതല്ലെങ്കിൽ ഇതായിരിക്കും ചോദ്യം. ഇങ്ങനെ ഒരു സർക്കുലാർ കോയിൽ തരും, ഒരു സർക്കുലാർ ലൂപ്പ്, ചാലക വലയം തരും. എന്നിട്ട് ഇവിടെ ABC എന്നൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഏലും സീലിയും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കും. അത് വരയ്ക്കാൻ വേണ്ടി പറയും. അപ്പൊ ഇതിങ്ങനെ വരച്ചു വെച്ചേക്കണം. കറണ്ട് ക്ലോക്ക് വൈസ് പോകുമ്പോഴും കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് പോകുമ്പോഴും വ്യത്യാസമുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക ബലരേഖ സെന്ററിലെ ഉള്ളോട്ടാണോ പുറത്തേക്കാണോ എന്നുള്ളൊരു ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ആയിട്ട് നമ്മുടെ പ്രഡിക്ഷൻ ലൈവിലും അതുപോലെ ഇന്ന് രാത്രി നടക്കുന്ന ലൈവിലും കൃത്യമായിട്ട് മക്കൾക്ക് പറഞ്ഞുതരും. ഒരു ടെൻഷനും വേണ്ട മക്കളെ, നമ്മൾ സെറ്റ് ആക്കും. ഓക്കെ, ഇനി മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലതു കൈ പെരുവിരൽ നിയമം. ഇനി മക്കളെ നോക്ക്, ഈ ഒരു ചോദ്യം ഉറപ്പാട്ടോ. ഇലക്ട്രോ മാഗ്നറ്റും പെർമനന്റ് മാഗ്നറ്റും, വൈദ്യുത കാന്തവും സ്ഥിര കാന്തവും തമ്മിലുള്ള വ്യത്യാസം. ഇതാ പോയിന്റ് കൃത്യമായിട്ട് വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിരിക്കും, മറന്നു പോകാൻ പാടില്ല. ഇത് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, യെസ്. അതേപോലെ തന്നെ മക്കളെ, എക്സാം കുറച്ച് ടഫ് ആവുകയാണെങ്കിലും കുറച്ച് ലെവൽ കൂടി എക്സാം ആണെങ്കിൽ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മക്കളെ ഈ ഒരു ചോദ്യമായിരിക്കും വരിക. ഒരു സോളിനോഡിന്റെ നോർത്ത് ഏതാ സൗത്ത് ഏതാന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന പരിപാടിയില്ലേ, അതെന്തായാലും എക്സാമിൽ വരും, പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടോറായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഈ മോട്ടോർ പ്രിൻസിപ്പിളും മോട്ടോർ തത്വം അത് പഠിക്കാതെ എക്സാമിന് പോകരുത്. 2 കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ പറഞ്ഞു. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും അഥവാ വലതുകൈ പെരുവിരൽ നിയമം, അതുപോലെ തന്നെ മോട്ടോർ പ്രിൻസിപ്പിൾ അഥവാ മോട്ടോർ തത്വം. ഈ 2 ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം. ഒന്നുകൂടി ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൗഡ് സ്പീക്കർ. ഈ ലൗഡ് സ്പീക്കറിന്റെ ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക. അടിപൊളി ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഇതിന്റെ പാർട്സ് ഏതൊക്കെയാന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതുപോലെ ഇവിടുത്തെ എനർജി ചേഞ്ച്, ഊർജ്ജമാറ്റം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനാണ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പ്രവർത്തനത്വം ഏതാന്ന് ചോദിക്കും, അല്ലെ? ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനത്വം, വർക്കിംഗ് പ്രിൻസിപ്പിൾ, മോട്ടോർ പ്രിൻസിപ്പിളാ, മോട്ടോർ തത്വം, അങ്ങനെ അറിയുന്ന കാര്യമാണ്. ഇത് എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അതാ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഒരു ഡെഫിനിഷൻ കൂടി പറയേണ്ടത്. ഫ്ലെമിങ്ങിന്റെ ഇടതു കൈ നിയമം, അത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരെ ഒരു ചിത്രം തരും. എന്നിട്ട് കണ്ടക്ടർ, ചാലകം എങ്ങോട്ടാണ് ചലിക്കുന്നത് എന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. ആ ഒരു ചോദ്യം എക്സാമിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന്റെ കൂടെ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ ഡെഫിനിഷനോട് ചോദിക്കും. ഫ്ലെമിങ്ങിന്റെ ഇടതു കൈ നിയമത്തിന്റെ ഡെഫിനിഷനോട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കണം. ഇപ്പൊ 3 ഡെഫിനിഷൻ സാറ് പറഞ്ഞിട്ടുണ്ട്. ഒന്നേതാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലതു കൈ പെരുവിരൽ നിയമം, അതുപോലെ തന്നെ മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം, അതുപോലെ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇടതു കൈ നിയമം. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. സെറ്റാണല്ലോ? ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഈ ചാപ്റ്ററിൽ A+ കിട്ടാൻ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ SM ലവ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ ചാപ്റ്ററിന്റെ പേര് കൂടി എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.